ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്കുള്ള ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിൻ്റെ അപേക്ഷ ഇതാ തുടങ്ങിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തപാൽ വഴി, പോസ്റ്റ് ഓഫീസ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ചെറിയ ജോലി തിരക്ക് കാരണം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റുകൾ, നോട്ടിഫിക്കേഷൻസ് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സാക്കാതെ എല്ലാ അപ്ഡേറ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, യൂണിഫോം പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇവിടുന്ന് അങ്ങോട്ട് ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മിസ്സാക്കണ്ട. എല്ലാവരും അപ്ലൈ ചെയ്യുക, പഠിക്കുക, നിങ്ങൾ ജോലിക്ക് കയറുക. അപ്പോൾ ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം കുക്ക്, മെയ്സൺ, ബ്ലാക്ക് സ്മിത്ത്, മെസ് വെയ്റ്റർ തുടങ്ങിയ പോസ്റ്റുകൾ. മൊത്തം വേക്കൻസി 411 വേക്കൻസിയാണ്. വേക്കൻസി ഏകദേശം കണക്കാണ്. വേക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ജനുവരി 11 മുതൽ 24 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ കാണാം. കാൻഡിഡേറ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ബോയ്സ് ആയിരിക്കണം. പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ റിട്ടൺ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ കേരളത്തിൽ വരുന്നില്ല. എല്ലാവർക്കും പൂനെയിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ പൂനെയിൽ പോയിട്ട് നിങ്ങളിത് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പഠിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നവർ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി. കാരണം പൂനെയിൽ പോയിട്ടാണ് നിങ്ങളിതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ അറ്റൻഡ് ചെയ്യേണ്ടത്. കുക്കിലേക്കും, മെയ്സണിലേക്കും, ബ്ലാക്ക് സ്മിത്തിലേക്കും, മെസ് വെയ്റ്ററിലേക്കും എല്ലാ പോസ്റ്റിലേക്കും 18 മുതൽ 25 ജനറൽക്കാരുടെ ഏജ് ലിമിറ്റ്. ഇനി SC ST കാരാണെങ്കിൽ 5 വർഷം, അതായത് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 28 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസ് കാണാം. 50 രൂപയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അതായത് തപാൽ വഴി അപേക്ഷ അയക്കുമ്പോൾ 50 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. SC ST കാർക്ക് ഫീസൊന്നും വരുന്നില്ല. അപ്പോൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾ ഫില്ല് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ അപേക്ഷ അയക്കേണ്ട ഒരു അഡ്രസ്സ് ഉണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഞാൻ പറഞ്ഞു. ആദ്യം നിങ്ങൾക്കൊരു കോൾ ലെറ്റർ വരും. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ് തിരിച്ച് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടൺ എക്സാം, പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പൂനെയിലായിരിക്കും. മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ക്വാളിഫിക്കേഷൻ ഭാഗമാണ് പറയാൻ പോകുന്നത്. കുക്കിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. പിന്നെ മെയ്സണിലേക്കാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ ITA വേണം. ബ്ലാക്ക് സ്മിത്തിലേക്കും 10ാം ക്ലാസ് ഉണ്ടാവുക. ആ ഒരു ട്രേഡിൽ ITA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാം. മെസ് വെയ്റ്ററിലേക്ക് 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ പ്രൊഫിഷ്യൻസി ഇൻ ട്രേഡ്, ഈ ഒരു ട്രേഡിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഫിസിക്കൽ ടെസ്റ്റിൽ ഇവൻറ്റ് നോക്കുകയാണെങ്കിൽ 1600 മീറ്റർ റണ്ണിങ് ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിൽ ഉണ്ടാവുക. 10 മിനിറ്റ് നിങ്ങൾക്ക് ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ 1600 മീറ്റർ ഓടിക്കയറണം. പിന്നെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും ഞാൻ കാണിച്ചു തരാം. സദേൺ റീജിയൻ, കേരളക്കാർ സദേൺ റീജിയനാണ്. 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, 75 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. പിന്നെ 50 കിലോഗ്രാം വെയ്റ്റും നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. നോട്ടിഫിക്കേഷൻ PDF-ൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോമും പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് ഇത് അപേക്ഷ അയയ്ക്കുക. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.